ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രതാപൻ മാജിക് ബോക്സുമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ പിന്നാലെ ചെല്ലുകയാണ് പാറു. ആരാ അവിടെയെന്ന് പാറു ചോദിക്കുമ്പോൾ പേടിയോടെ പ്രതാപൻ മാജിക് ബോക്സുമായി അവിടെ മാറി നിൽക്കുകയാണ്. ആരോ എന്താണെങ്കിലും അവിടെയുണ്ട്, വിശാൽ സാറിനെ വിളിച്ചിട്ട് തന്നെ കാര്യം. അത്രയും പറഞ്ഞുകൊണ്ട് പാറു അകത്തേക്ക് കയറുമ്പോൾ കതകിന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുകയാണ് ശേഖർ. അങ്ങനെ പാറു അകത്തേക്ക് കയറിയെന്ന് മനസ്സിലാക്കുന്ന ശേഖർ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. പുറത്തു നിൽക്കുന്ന പ്രതാപനെ കണ്ടിട്ട് ശേഖറും മറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ പ്രതാപൻ അകത്തേക്ക് കയറാനൊരുങ്ങുമ്പോൾ ശേഖർ പിന്നിൽ നിന്നും വടിവെച്ച് പ്രതാപന്റെ തലക്കടിക്കുകയാണ്. ബോധം കെട്ട് പ്രതാപൻ താഴേക്ക് വീഴുമ്പോൾ പ്രതാപന്റെ കയ്യിൽ നിന്നും ആ മാജിക് ബോക്സ് എടുത്തുകൊണ്ട് ശേഖർ അകത്തേക്ക് പോകുന്നു. അതേസമയം വിശാലിനെ തിരക്കി മുറിയിലേക്ക് പോകുന്ന പാറു അവിടെയെങ്ങും വിശാലിനെ കാണുന്നില്ല. തുടർന്ന് ടെറസിൽ നിൽക്കുന്ന വിശാലിന്റെ അടുക്കലേക്ക് പാറു ചെല്ലുകയാണ്. വിശാൽ സാർ, ഇവിടെ ആരോ കയറിയിട്ടുണ്ട്, കള്ളനാണെന്ന് തോന്നുന്നു. അതെങ്ങനെ ശരിയാകും? ഒരു കള്ളനും ഗായത്രി വില്ലയിൽ കയറാൻ ധൈര്യമുണ്ടാകില്ലെന്ന് വിശാൽ പറയുന്നു. അങ്ങനെയല്ല വിശാൽ സാർ, ഞാൻ കണ്ടു അയാള് പുറത്തേക്ക് പോകുന്നത്. ആ, പോയെങ്കിൽ പോയി കാണും. നമുക്ക് നേരം പുലരും വരെ ഇവിടെ തന്നെ നിൽക്കാം. ഇല്ലെങ്കിൽ കറണ്ട് വരുന്നത് വരെ ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നാലോ? വിശാൽ സാറിനെ മുഴുവട്ടാണെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ്, ഈ വട്ടിന് ഒരു പ്രത്യേക സുഖമാണെന്ന് പറഞ്ഞ് പാറുവിനെ ചേർത്ത് പിടിക്കുകയാണ് വിശാൽ. അങ്ങനെ പാറുവും വിശാലും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പാർവതി എന്ന് വിളിച്ചുകൊണ്ട് ഗാർഗി വരികയാണ്. ഓ, സ്വർഗത്തിലെ കട്ടുറുമ്പ് വരുന്നുണ്ട്. ഈ കറണ്ട് പോയ സമയത്ത് ഇവക്കെന്താ കാര്യമെന്ന് വിശാൽ പറയുന്നു. അതേസമയം പാർവതി എന്ന് വിളിച്ചുകൊണ്ട് ഗാർഗി അവിടെ മകൻ നടക്കുകയാണ്. പെട്ടെന്ന് പ്രതാപന് ബോധം വരുന്നു. അയ്യോ, മാജിക് ബോക്സ് അതെവിടെ പോയി? ആരാ എന്നെ അടിച്ചു വീഴ്ത്തിയത് എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് പ്രതാപൻ പ്രഭാവതിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്തായി പ്രതാപ, കിട്ടിയോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ചേച്ചി, എനിക്കൊരു അവസരം കൂടി തരണം. മാജിക് ബോക്സ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇനിയും അവസരം തരാൻ ഇതെന്താ പ്രതാപ, 10ാം ക്ലാസ്സിലെ പരീക്ഷയോ? അവനോരോ ഫാൻസി ഡ്രസ്സും കൊണ്ട് ഇറങ്ങിയിരിക്കും. ഒരു ദിവസം ഞാൻ എന്താണെങ്കിലും ആ മ്യൂസിക് ബോക്സ് പൊക്കിയിരിക്കും ചേച്ചിയെന്ന് പ്രതാപൻ പറയുമ്പോൾ കൈ കൂപ്പിക്കൊണ്ട് പ്രഭാവതി പറയുകയാണ്, അവൻ്റെ ഒരു സത്യം, ഒന്നിറങ്ങി പോകാമോ പ്രതാപ? നിന്നെ പറഞ്ഞുവിട്ട സമയത്ത് ആ അന്തനെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ സാധനം കൊണ്ട് അയാളിപ്പോൾ ഇവിടെ എത്തിയേനെ. ശരി ചേച്ചി, എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തില്ലേ? അതുകൊണ്ട് ഒരു നിമിഷം ഞാനിനി ഇവിടെ നിൽക്കില്ല. ഞാനേ എൻ്റെ മുറിയിൽ കാണും. അത്രയും പറഞ്ഞുകൊണ്ട് പ്രതാപം പോകുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഇവനെ കൊണ്ട് ഒരു കാശിനും കൊള്ളില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് വിശാല് മുറിയിലേക്ക് പോകുമ്പോൾ ഗാർഗിയും കൂട്ടിക്കൊണ്ട് പാറു താഴേക്ക് വരികയാണ്. നീ സത്യമായിട്ടും കള്ളനെ കണ്ടോ എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ ഞാൻ കണ്ടെന്നും തലയിൽ ഒരു കറുത്ത തൊപ്പി ധരിച്ചിട്ടുണ്ടായിരുന്നെന്നും പാറു പറയുന്നു. ഈ വണ്ടി ഓടിക്കുന്നവരൊക്കെ വെക്കില്ലേ ഹെൽമറ്റോ? ആ, അത് തന്നെ. അങ്ങനെ അവര് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ശേഖർ വിശാലിന്റെ മുറിയിലേക്ക് വരികയായിരുന്നു. ശേഖറിന്റെ കയ്യിൽ നിന്ന് വോക്കിംഗ് സ്റ്റിക്ക് താഴെ വീഴുമ്പോൾ ഗാർഗി പറയുകയാണ്, അത് ഉറപ്പായിട്ടും ആ കള്ളനായിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ഗാർഗി കിച്ചണിൽ പോയി വെട്ടുകത്തി എടുത്തുകൊണ്ട് വരികയാണ്. തുടർന്ന് അവർ ശേഖറിന്റെ മുന്നിലേക്ക് ചെന്ന് വെട്ടുകത്തി വെച്ച് വെട്ടാൻ ഓങ്ങുമ്പോൾ ശേഖർ പേടിയോടെ പുറകിലേക്ക് മാറുകയാണ്. നിങ്ങളെന്താ ഈ സമയത്ത് ഇവിടെ എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ഈ പെട്ടി വിശാൽ മോനെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് ശേഖർ പറയുന്നു. എന്തിനാ മുത്തശ്ശ ഇതും കൊണ്ട് രാത്രി പുറത്തിറങ്ങിയത്? ഞാൻ രാവിലെ വരുമ്പോൾ തന്നാ പോരായിരുന്നു എന്ന് പാറു ചോദിക്കുമ്പോൾ ഇത് എൻ്റെ കയ്യിൽ സുരക്ഷിതമല്ല മോളെ, തന്നെ ഇത് സൂക്ഷിച്ചാൽ മതിയെന്ന് ശേഖർ പറയുന്നു. തുടർന്ന് ഗാർഗി ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് കണ്ണു കാണില്ലല്ലോ, പിന്നെ ഞാൻ വെട്ടുകത്തി വെച്ച് വെട്ടാൻ വന്നപ്പോൾ നിങ്ങൾ എന്താ പേടിച്ച് പുറകോട്ട് മാറിയത്? അത് പിന്നെ മോളെ ഞാനൊന്നും കണ്ടില്ല. എടാ എന്ന് വിളിച്ചപ്പോൾ ആരോ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ശേഖർ അവിടെ നിന്ന് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന പ്രതാപൻ മനസ്സിൽ പറയുകയാണ്, ചേച്ചിക്ക് എന്താ വട്ടായോ? ഗായത്രി ചേച്ചി, ചേച്ചിയുള്ളപ്പോൾ ഈ കുടുംബം എങ്ങനെയായിരുന്നു? ചേച്ചി പോയി കഴിഞ്ഞപ്പോഴാ എനിക്ക് ചേച്ചിയുടെ വില മനസ്സിലായത്. ചേച്ചി പോയപ്പോൾ വിശാലിനെ വളർത്തിയത് ഞാനാണ്. അവനെ വളർത്തി ഞാൻ ഇത്രയും വലുതാക്കി. ചേച്ചി പിന്നെ പാർവതിക്ക് മാത്രമല്ലേ ദർശനം നൽകൂ? എനിക്കൊന്നും ദർശനം നൽകില്ലല്ലോ. ഈ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പറയാനല്ലേ എന്നെ കൊണ്ടാകൂ. അതേസമയം അങ്ങോട്ടേക്ക് വിശാൽ വരുമ്പോൾ പ്രതാപം പറയുകയാണ്, ഓ, വിശാലിനെ വളയ്ക്കാനുള്ള ചേച്ചിയുടെ ബുദ്ധിയായിരുന്നല്ലേ ഇത്. അതേസമയം വിശാലിനോട് പ്രഭാവതി പറയുക, ഇന്നലെ രാത്രി എൻ്റെ സ്വപ്നത്തിൽ ഗായത്രി ചേച്ചി വന്നിരുന്നു. ചേച്ചി തിരക്കിയത് നിന്നെപ്പറ്റി മാത്രമാ, എൻ്റെ മോൻ സുഖമായിരിക്കുന്നു എന്ന്. ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, എൻ്റെ സ്വപ്നത്തിൽ പോലും അമ്മ എനിക്ക് ദർശനം തരുന്നില്ലല്ലോ മോനെ, അതിനെന്തെങ്കിലും തടസ്സമൊക്കെ കാണും. നീ പാർവതിയോട് പറ. പാർവതി വിചാരിച്ചാൽ എന്താണെങ്കിലും നിനക്ക് നിന്റെ അമ്മയെ കാണാൻ സാധിക്കും. ഞാൻ എന്താണെങ്കിലും പാർവതിയോട് പറയാമെന്ന് പറഞ്ഞ് വിശാൽ പോകുമ്പോൾ പ്രതാപം പറയുകയാണ്, ചേച്ചിയുടെ അഭിനയം കലക്കിയിട്ടുണ്ട്. പ്രതാപ എങ്ങനെയെങ്കിലും ഗായത്രിയുടെ ആത്മാവിനെ ഇവിടെ കൊണ്ടുവരട്ടെ. പിന്നെ ആത്മാവിനെ ഇവിടെ നിന്ന് തുടച്ചു നീക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പാർവതിയെ ഇവിടെ നിന്ന് അടിച്ചിറക്കുന്നത് വിശാൽ തന്നെയായിരിക്കും. അവനെ ഞാൻ എന്താണെങ്കിലും അത് ചെയ്യിപ്പിച്ചിരിക്കും. ചേച്ചി, പക്ഷേ ഗായത്രിയുടെ ആത്മാവ് വന്നാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം വിളിച്ചു പറയില്ലേ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്,
ഞാനേ ആത്മാനന്ദ സ്വാമികളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഗായത്രിയുടെ ആത്മാവ് വരികയാണെങ്കിൽ അദ്ദേഹം ആത്മാവിനെ ബന്ധിച്ചോളും. അത് കഴിഞ്ഞാൽ പിന്നെ അവള് നമ്മളോട് പെർമിഷൻ ചോദിച്ചിട്ടേ ഗായത്രിയുടെ ആത്മാവിനെ കാണുകയുള്ളൂ. അത്രയും പറഞ്ഞ് പ്രതാപനും പ്രഭാവതിയും പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാറു പൂജകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നതാണ്. അതേസമയം ചെരുപ്പം ഇട്ടുകൊണ്ട് ജാസ്മിൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ പാറു പറയുകയാണ്, ജാസ്മിൻ ചെരുപ്പിട്ട് ഇവിടെ വരരുത്. ചെരുപ്പ് പുറത്തു പോയിട്ടിട്ട് വാ. എന്നെ കൊണ്ട് പറ്റില്ല. നീ ആരാ എന്നോട് ആജ്ഞാപിക്കാൻ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതല്ല, അപേക്ഷിച്ചതാ. നീ പോയാ ചെരുപ്പ് ഊരിയിട്ടിട്ട് വാ. എന്നെ കൊണ്ട് പറ്റില്ലെങ്കിലോ നീ എന്താ എന്നെ തല്ലുമോ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ ജാസ്മിനെ ദേഷ്യത്തോടെ നോക്കുകയാണ് പാറു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.